ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ സ്നേഹിതരെ, ആത്മീയതയുടെയും ഭൗമികതയുടെയും മരുഭൂപ്രയാണത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ എങ്ങ് മലയടിക്കുമ്പോൾ ക്രിസ്തുവിൽ സമാശ്വാസം കണ്ടെത്തുവാനായി ഷാർജ സെൻറ്റ് മേരീസ് യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നോമ്പുകാല ധ്യാനചിന്തകൾ അനുദിന ജീവിതത്തിൽ ബലം പകരുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പനേരത്തെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 14 മുതൽ 23 വരെയുള്ള വചനഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ അഗാധമായ ആർദ്രതയും അത്ഭുത ശക്തിയും പ്രാർത്ഥനയോടുള്ള ക്രിസ്തുവിൻ്റെ വാഞ്ചയും ഈ വേദഭാഗത്തിൽ സമന്വയിക്കുന്നതായി നാം കാണുന്നു. ഏറെ കാലിക പ്രസക്തിയുള്ള വചനഭാഗം ആകുന്നുവല്ലോ ഇത്. തൻ്റെ സ്നേഹിതനായ യോഹന്നാൻ സ്നാപകൻ്റെ മരണവാർത്ത ശിഷ്യന്മാർ മുഖാന്തരം അറിയുന്ന കർത്താവ് വിജനമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. രോഗസൗഖ്യത്തിനായി തൻ്റെ പിന്നാലെ വന്ന ജനത്തോട് മനസ്സലിവ് തോന്നുന്ന കർത്താവ് അവരെ സൗഖ്യമാക്കിയ ശേഷം അവർക്ക് ഭക്ഷണം നൽകുവാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നു. 5 അപ്പവും 2 മീനുമല്ലാതെ തങ്ങളുടെ പക്കൽ ഒന്നുമില്ല എന്ന് ശിഷ്യന്മാർ അറിയിക്കുമ്പോൾ അത് വാങ്ങി സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി ജനത്തിന് നൽകുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നു. ജനങ്ങളെ പറഞ്ഞയച്ച ശേഷം പ്രാർത്ഥിപ്പാനായി മലയിലേക്ക് കയറുന്ന ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മുടെ ഇരുളാർന്ന ജീവിതത്തെ നാളുകളിൽ പ്രതീക്ഷയുടെ ഒളി വീശുവാൻ ഉതകുന്നവയാണ്. പർവ്വതസമമായ യുദ്ധത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലും ഉപജീവനത്തിനായി തങ്ങളുടെ രാജ്യത്തിൽ ആശ്രയിച്ചിരിക്കുന്നവരെ സുരക്ഷിതരാക്കുവാൻ, തങ്ങളുടെ രക്ഷയേക്കാൾ യുദ്ധഭീതിയിലായിരിക്കുന്നവർക്ക് സംരക്ഷണമൊരുക്കുവാൻ പോർമുഖത്ത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന കരങ്ങളെയെല്ലാം ദൈവം ബലപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം തികഞ്ഞ അവസ്ഥയിലല്ല, കുറവിലും നിർജീവമായ അവസ്ഥയിലുമാകുന്നു ദൈവം പ്രവർത്തിക്കുന്നതും വാഴ്ത്തി വർദ്ധിപ്പിക്കുന്നതും കരുതുന്നതും എന്ന് വേദവാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ നോമ്പിൻ്റെ യാത്രയിൽ ഏറെ കുറവുകളുള്ള നമ്മെ തന്നെ ക്രിസ്തുവിൽ ഭരമേൽപ്പിക്കുവാനും കുറവുകളെയെല്ലാം നികത്തി തികവുള്ളതായി വാഴ്ത്തി അനുഗ്രഹിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധം പ്രാർത്ഥനയിൽ കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് കർത്താവ് തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹൃദയം നൊമ്പരഭാരത്താൽ വലയുമ്പോഴും ക്രിസ്തു ആശ്വാസം കണ്ടെത്തിയിരുന്നത് മനുഷ്യരിലല്ല, മറിച്ച് പിതാവാം ദൈവത്തിലാണ് എന്നും നാം ഓർക്കണം. കൊടുങ്കാറ്റടിച്ച് പ്രതികൂല സാഹചര്യത്തിൽ കടലിലായിരുന്ന ശിഷ്യന്മാരെ തേടി വരുന്ന കർത്താവിനെ നാം ശേഷം കാണുന്നുണ്ട്. പ്രതിസന്ധിയുടെ വേളകളിൽ ജീവിത തോണി ഉലയുമ്പോൾ പ്രതീക്ഷയുടെ ശബ്ദമായി മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 27 വാക്യം, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന വചനം നമുക്ക് ബലം പകരുന്ന കോട്ടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപരന് വേണ്ടി സഹാനുഭൂതിയുടെ കരങ്ങൾ നീട്ടപ്പെടുവാൻ, നൊമ്പരപ്പെടുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാരം വഹിക്കുവാൻ, പ്രതിയോഗിയുടെ മനസ്സിൽ കരുണയുടെ വെളിച്ചം സ്ഫുരിക്കുവാൻ ഈ വലിയ നോമ്പിൻ്റെ യാത്രയിൽ പ്രത്യാശയോടെ ദൈവകരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.